മാറ്റിയിട്ടാണ് മൊത്തം ഡ്രൈവ് മോഡ്സ് വരുമ്പോൾ ഏകദേശം 6 ഡ്രൈവ് മോഡ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഫുള്ള് അതിന് ഡ്രൈവ് ചെയ്ത് നോക്കാം. എഫിഷ്യൻസി, ഓഫ് റോഡ്, ഓട്ടോ, ഡൈനാമിക് ആണോ അതിന് സ്പോർട്സ് മോഡ്? സ്പോർട്സ് മോഡ് ഡൈനാമിക്. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. അങ്ങോട്ട് കൊണ്ട് ഡ്രൈവിലല്ലേ? ഡ്രൈവിലാണോ? ഓക്കെ. സീറ്റ് ബെൽറ്റ് ഒന്ന് ഇടണം, ബാക്കിലുള്ള ടീംസ് അല്ലെങ്കിൽ ഫുൾ അലാറം അടിച്ചോടും. സേഫ്റ്റി അല്ല, നമ്മുടെ ഭാഗമല്ല. ഗോൾഫിലും ഇതിൻ്റെ സെയിം എഞ്ചിനാണ്. ഗോൾഫിൻ്റെ എന്ന് പറഞ്ഞാൽ ഔഡീൻ്റെ എഞ്ചിനാണ്. ഔഡി A6ൻ്റെ എഞ്ചിനാണ് അതിൻ്റെ വെച്ചത്. ഇത് 190. ഗോൾഫിലാണെന്ന് വെച്ചാൽ 265 ആണ്. അത് ഔഡി A6. റെഡ് നമ്പർ പ്ലേറ്റ് എന്ന സംഭവം അത് നമ്മളെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസിൻ്റെ നമ്പർ പ്ലേറ്റ് ആണ്. അതായത് നമ്മളെ ഫേമിൻ്റെ പേരിലാണ് അതിന് അതെടുക്കുക. ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. അതായത് ഒരു വർഷത്തേക്ക് നമുക്ക് ഓടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് എടുക്കുന്നത്. ഒരു വർഷത്തേക്ക് ഇതിന് ടാക്സ് അടയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് വിൽക്കണം. അതാണ് നിങ്ങൾ പറഞ്ഞ ഡെമോ കാർ. അതായത് ഒരു 10 lakh 12 lakh ഡിഫറൻസിൽ നമുക്ക് എടുക്കാൻ പറ്റും. കുറഞ്ഞു കിട്ടും അല്ലേ? പക്ഷേ നല്ലപോലെ ഓടിച്ച വണ്ടി ആയിരിക്കും അല്ലേ? അതേമാതിരി ഇപ്പോൾ നിങ്ങൾ ഓടിച്ച അതേമാതിരി തന്നെ അലമ്പോ ഡെക്കിലൊക്കെ പണ്ടൊക്കെ ഇപ്പം അങ്ങനെ എല്ലാവരും ഇതിൻ്റെ സ്പോർട്സ് മോഡ് ട്രൈ ചെയ്യാം. ഓക്കെ. 190 ഹോഴ്സ് പവറോ? എത്ര ന്യൂട്ടൺ മീറ്റർ ടോർക്ക്? 320. നല്ല ഫീൽ ചെയ്യാണ്ട്. സെക്കൻഡ്സിനുള്ളിൽ ഗിയർ ചേഞ്ച് ചെയ്യണം. എന്നോടെന്ന് വെച്ചാൽ ബാക്കിലേക്ക് ആൾക്കാർക്ക് ഛർദ്ദി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കള്ളലുണ്ടാവില്ല. പിന്നെ ലാഗ് ഉണ്ടാവില്ല ഗിയറിൻ്റെ. ഇല്ലല്ലേ? ഏതുകൊണ്ടാണ് അതൊന്നും പറഞ്ഞിട്ടൊരു ലാഗിൽ ചെയ്യാതെ ഉണ്ടാവില്ല. ഓൺ റോഡ് എത്ര വരുന്നുണ്ടായിരുന്നേ? ഓൺ റോഡ് 69-70 എടുത്ത്. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ ടെക്നോളജി. RS അല്ലേ പറയുന്നത്? അതില്ല, നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല. ഇപ്പം ഇതിൽ SQ8 വന്നിട്ടുണ്ട്, RSQ8 വന്നിട്ടുണ്ട്. ഓഫ് റോഡ് ഉണ്ടല്ലേ? എഫിഷ്യൻസി പറഞ്ഞാൽ മൈലേജ് കൂടുതൽ കിട്ടും. ഇപ്പോഴത്തെ മൈലേജ് ആണ് 4.8. ഷോർട്ടാണ്. നമ്മുടെ ലോങ്ങിലാണ് മാറ്റിയതല്ലേ? ഇതല്ലേ മാറ്റിയത്? 6.3 കയറി വരുന്നുള്ളൂ. ശ്യാം. ഞാൻ 2 വർഷം മുമ്പ് എവിടെയായിരുന്നു? പ്രീമിയത്തിൽ തന്നെയായിരുന്നു, പക്ഷെ ഇവിടെ എല്ലാം കൊച്ചിയിൽ. ഗിയർ ഷിഫ്റ്റ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആണല്ലേ? അതാണ് 0.2 സെക്കൻഡ്സിനുള്ളിൽ ഗിയർ ചേഞ്ച് വരുന്നുണ്ടായിരുന്നു. ഇത് ഏതൊക്കെയാണ് ഗിയർ ബോക്സ് വരാം? സ്റ്റോണിക് എന്ന് പറയുമ്പോൾ ശരി DSG ആയിട്ട് വർക്ക് കൺവേർട്ടർ അങ്ങനെ ആ ഒരു രീതിക്ക് വരും. ഭയങ്കര ടോർക്ക് ഉണ്ട്. ഇതിൽ വേറെ വ്യൂ ഉണ്ടോ? വ്യൂസൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓ, ഇത് നോർമൽ അല്ല? സ്പോർട്സ് മോഡൽ. ക്ലാസിക് നോർമൽ ഇതാണ്. ഇത് ക്ലാസിക്. നോർമൽ. സ്പോർട്സിലേക്ക് വരുമ്പോൾ
ഡൈനാമിക്കിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി നല്ല വ്യത്യാസമുണ്ട് അല്ലേ? ഇതിൽ മാപ്പൊക്കെ വരുന്നുണ്ടാവോ? ഓക്കെ. സൂം ചെയ്യാൻ സൂം ഔട്ട് ചെയ്യാൻ S4 അറിയുമ്പോൾ അല്ലേ? അത് സ്പോർട്സിലേക്ക് എഫിഷ്യൻസിയിലാണ് സ്പോർട്സ്. പക്ഷെ എന്താ വെച്ചാൽ മൈലേജ് കൂട്ടിയിട്ട് സ്പോർട്സിൽ അങ്ങനെയും പറ്റും. പക്ഷെ അതിനെക്കാട്ടും ബെറ്റർ പെർഫോമൻസ് ബേസ്ഡ് തന്നെ വരികയാണ് വെച്ചാൽ ഡൈനാമിക് ഇടണമല്ലേ? ഇതിൽ തന്നെ മാറ്റം. അപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് വണ്ടി അഡാപ്റ്റ് ചെയ്യും. ആ ഒരു ഇത് വ്യത്യാസം ഉണ്ട്. ഭയങ്കര ടോർക്കും ക്വിക്ക് റെസ്പോൺസ് ഉണ്ട് കിട്ടും. എന്താ വെച്ചാൽ എഫിഷ്യൻസിയിൽ സ്പോർട്സ് ആണ്. അപ്പോൾ എന്താ വെച്ചാൽ പവർ ഉണ്ടോ ചോദിച്ചാൽ പവർ ഉണ്ട്, പക്ഷെ മൈലേജ് കിട്ടും വേണം. ആ അവസ്ഥ എല്ലാവരും പഠിക്കാം. വ്ലോഗ് ചെയ്യല്ലോ ചെറുതായിട്ട് വലിയ കോംബോ യൂസ് ചെയ്യണതോ അല്ല, അങ്ങനെ കാറിൻ്റെ വീഡിയോസ് ചെയ്യാൻ. അതേപോലെ ബ്രേക്കും നല്ല സെൻസിറ്റിവിറ്റി. ഒറിജിനൽ ജർമ്മനാണ് അതിൻ്റെ ക്വാളിറ്റി. എന്താ വെച്ചാൽ നമ്മളെ വെഹിക്കിൾ മാത്രമേ ഉള്ളൂ ഒറിജിനൽ ജർമ്മൻ എന്ന് വരുന്നത്. ബാക്കി എല്ലാം ഇതോ അവിടെ നിന്ന് എല്ലാ പ്രൊഡക്ഷനും ജർമ്മനിയിൽ തന്നെയാണ്. നമ്മളിവിടെ അസംബ്ലിംഗ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ അവിടേക്ക്. ബാക്കി എല്ലാ ബ്രാൻഡ്സിലും ഇപ്പം ഇന്ത്യയിൽ മാനുഫാക്ചറിങ്. അപ്പോൾ ഫുള്ളി ഇമ്പോർട്ട് അല്ല? ഇത് ഫുള്ളി ഇമ്പോർട്ട് അല്ലല്ലോ? ഇത് ഫുള്ളി ഇമ്പോർട്ടഡാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്പെയർ പാർട്സ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് വരിക. അത് ഈവൻ വീൽ നട്ട് മുതൽ വീല് വരെ ടയർ വരെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ ഒരു അസംബ്ലിംഗ് യൂണിറ്റ് ഉണ്ട്. അവിടെ വെച്ചിട്ട് നമുക്ക് അസംബിൾ ചെയ്തിട്ട് വണ്ടീൻ്റെ സ്ട്രക്ചറിലേക്ക് മാറ്റി തരും. മറ്റേതെന്താ വെച്ചാൽ മൊത്തമായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് കൂടും. കാരണം അവിടുന്ന് ബിൽറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ടാക്സ് കുറച്ച് കൂടുതലാണ്. വേറെ ഇപ്പം എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ കാണിക്കാം? വയർലെസ് മൊബൈൽ ചാർജർ, പിന്നെ A6 ഒക്കെ എടുത്താലും A6 ഒക്കെ എന്താ വെച്ചാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ നാളെ ഇവിടെ എത്തും. കൊച്ചിയും കാലിക്കറ്റും ട്രിവാൻഡ്രം ഒക്കെ കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു വെഹിക്കിളേ ഉണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ ടച്ച് ബാക്കിൽ സ്വിച്ചല്ലേ? ബാക്കിൽ സ്വിച്ചാൽ കോമ്പറ്റേറ്റർ എന്ന് പറയുമ്പോൾ GLA ഒക്കെയാണ്. GLAയിലൊന്നും അത്ര ഫീച്ചേഴ്സ് വരുന്നില്ല. ഫീച്ചറിലൂടെ നമ്മളെല്ലാ സീരീസും സ്റ്റാൻഡേർഡ് ആക്കും. മാത്രം സീറ്റ് ബെൽറ്റ് ബാക്കിൽ ജർമ്മനാവല്ലേ? ഓരോ ബ്രാൻഡ്സിലും വെവ്വേറെ വരുന്ന ഒരു ഫോർമാറ്റിക്ക്